നമസ്കാരം. 2024 വിടവാങ്ങുകയാണ്. എന്തുകൊണ്ടും പ്രക്ഷുബ്ധമായ ഒരു വർഷമാണ് രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ കടന്നുപോയത്. രാജ്യത്തിന്റെ ഭരണം ആർക്കെന്ന് നിർണയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 2024. 8 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഈ വർഷമാണ്. 2 മാസങ്ങളിലായി 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 2024 മാർച്ച് 16-നാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. 2024 ജൂൺ 4-നാണ് ഫലം പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പാർട്ടിയെ നയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിനെ നയിച്ചത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. 543 അംഗ ലോക്സഭയിൽ അധികാരം നിലനിർത്താൻ 272 സീറ്റാണ് വേണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 240 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ NDA 293 സീറ്റുകൾ നേടി. കോൺഗ്രസിന് 99 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 240 സീറ്റും നേടാനായി. ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും രണ്ടാമതും അധികാരം നിലനിർത്താൻ BJPക്കും നരേന്ദ്രമോദിക്കുമായി. 3-ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രത്തിൽ പ്രതീക്ഷിച്ചത്ര വിജയം BJP നയിച്ച NDA സഖ്യത്തിന് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന NDA സഖ്യത്തെ നിലംപരിശാക്കുന്ന വിജയങ്ങളാണ് പോയ വർഷം ദേശീയ ജനാധിപത്യ സഖ്യം സ്വന്തമാക്കിയത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. സിക്കിമിൽ തകർപ്പൻ വിജയം. 32 അംഗ സിക്കിം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ നടന്നു. അതിൽ BJP പിന്തുണയ്ക്കുന്ന സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റുകൾ നേടി. തുടർന്ന് പ്രേം സിംഗ് തമാങ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. 2. അരുണാചൽ പ്രദേശ് BJP അധികാരത്തിലെത്തിച്ചു. 60 സീറ്റുകളുള്ള അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19-ന് നടന്നു. ജൂൺ 2-ന് ഫലം പ്രഖ്യാപിച്ചു. BJP റെക്കോർഡ് വിജയം നേടി. 46 സീറ്റുകൾ നേടി. പേമ ഖണ്ഡു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യകക്ഷികൾ തന്ത്രപരമായ പ്രാധാന്യമുള്ള ഈ 2 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഭരണത്തിലെത്തി. 3. ആന്ധ്രാപ്രദേശിൽ NDA തൂത്തുവാരി. ആന്ധ്രാപ്രദേശിൽ മെയ് 13-ന് നടന്ന വോട്ടെടുപ്പ് നടന്നപ്പോൾ 175 നിയമസഭാ സീറ്റുകളിൽ 164 സീറ്റുകൾ നേടി NDA വിജയം രുചിച്ചു. സഖ്യത്തിന്റെ ഭാഗമായ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്കുദേശം പാർട്ടി 144 സീറ്റുകളിൽ 133-ലും വിജയിച്ചു. അധികാരത്തിൽ നിന്ന് YSR കോൺഗ്രസ് പാർട്ടിക്ക് വെറും 11 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 4. ഒഡീഷയിൽ BJP ചരിത്രമെഴുതി. 147 സീറ്റുകളുള്ള ഒഡീഷ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 13 മുതൽ ജൂൺ 1 വരെ നടന്നു. ജൂൺ 4-ന് ഫലം പ്രഖ്യാപിച്ചു. BJP 78 സീറ്റുകൾ നേടി. ഇതോടുകൂടി ഒഡീഷയിൽ 24 വർഷം നിലനിന്ന നവീൻ പട്നായിക് ഭരണത്തിന് അന്ത്യമായി. 5. ഹരിയാനയിൽ തുടർച്ചയായ 3-ാം തവണയും വിജയിച്ചു. ഒക്ടോബറിൽ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP തുടർച്ചയായ 3-ാം തവണയും സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുന്ന ആദ്യ പാർട്ടിയായി ചരിത്രം സൃഷ്ടിച്ചു. ഹരിയാന നിയമസഭാ ഹൗസിൽ 90-ൽ 48 സീറ്റുകളും BJP നേടി. നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന ഹരിയാനയിൽ ലഭിച്ച അപ്രതീക്ഷിത വിജയം കേന്ദ്രത്തിൽ പ്രതീക്ഷിച്ചത്ര വിജയം ലഭിക്കാത്ത സാഹചര്യത്തെ വലിയ അളവിൽ നിയന്ത്രിക്കാൻ BJPക്കായി. 6. മഹാരാഷ്ട്രയിൽ NDA വിജയിക്കാൻ BJP മുന്നിൽ നിന്നും നയിച്ചു. ഏറെ പ്രതീക്ഷയുള്ള മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 132 സീറ്റുകൾ നേടി BJP ശ്രദ്ധ പിടിച്ചുപറ്റി. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ മഹായുതി സഖ്യം 235 സീറ്റുകൾ നേടി. മഹാരാഷ്ട്ര ഹരിയാന വിജയങ്ങൾ വലിയൊരളവിൽ വീണ്ടും ശക്തി തിരിച്ചു പിടിക്കുവാൻ BJP സഹായിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇപ്പോഴും BJP തരംഗം അവസാനിച്ചിട്ടില്ല എന്ന് വിളംബരം ചെയ്യുന്നതായിരുന്നു ഹരിയാന മഹാരാഷ്ട്ര വിജയങ്ങൾ. അതേസമയം ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് ജയിച്ചതും ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച ജയിച്ചതുമാണ് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാൻ വകയുള്ള 2 വിജയങ്ങൾ. അതുകൊണ്ട് തന്നെ നിലവിൽ NDA സഖ്യം തമ്മിലുള്ള മത്സരത്തിൽ കടുത്ത അപ്രമാദിത്വത്തോടെ BJPയുടെ നിയന്ത്രണത്തിലുള്ള NDA വിജയിച്ചിരിക്കുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam,
The Square near UST Global, White Manor near Aatugal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.